വെൽക്കം. റഹ്മാനാണ് മൈക്രോബയോളജിയിൽ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആക്ടിനോമൈസിറ്റസ് ഓർ ആക്ടിനോബാക്ടീരിയ എന്നും നമ്മൾ വിളിക്കും. ആക്ടിനോബാക്ടീരിയ എന്ന പേരുണ്ട്. സോ ഇങ്ങനെയൊക്കെ പേരുകളുള്ള വലിയ ഒരു ഫൈലം ഗ്രൂപ്പിലെ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് ആക്ടിനോമൈസസിനെ പറ്റിയാണ്, ആക്ടിനോമൈസസ്. രണ്ട് നൊക്കാഡിയെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഈ ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ആള് സ്ട്രെപ്റ്റോമൈസസ് ആണ്. ആക്ടിനോമൈസിറ്റസ് ഒരു വലിയ ഫൈലമാണെന്ന് നമ്മൾ പറഞ്ഞു. വളരെയധികം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള, ബയോടെക്നോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, മെഡിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം ഇതിനകത്ത് പല ആന്റിബയോട്ടിക്സും കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രൂപ്പിൽ ഉള്ളവയിൽ നിന്നാണ്. ദെൻ അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ സോയിൽ സിസ്റ്റത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഡീജനറേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. മാത്രമല്ല ഭൂമിക്ക് ഒരു എർത്തി ഓർഡർ നൽകുന്ന ജിയോസ്മിൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഗ്രൂപ്പിൽ ചില ബാക്ടീരിയകളാണ്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്. ബേസിക്കലി ഈ ഗ്രൂപ്പിലെ മിക്കവാറും എല്ലാം തന്നെ ഗ്രാം പോസിറ്റീവ് ആണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളാണ്. സോ അവയ്ക്ക് സെൽ വാൾ ഉണ്ട്. സെൽ വാളിനകത്ത് മ്യൂറാമിക് ആസിഡ് ഉണ്ട്, അല്ലെങ്കിൽ എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ്. സോ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഗ്രാം പോസിറ്റീവ് ആണ്. ചിലതിന് ഇതിനകത്ത് മൈക്കോളിക് ആസിഡ് ഉണ്ട്, മൈക്കോളിക് ആസിഡ് ഉള്ളവയും ഉണ്ട്. ആൻഡ് വിവിധ രീതിയിൽ ഇവയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ജനീറാസ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഫേമസ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഉദാഹരണത്തിന് സ്ട്രെപ്റ്റോമൈസിറ്റേസിൽ സ്ട്രെപ്റ്റോമൈസസ് ആയിരിക്കും വരിക. ആക്ടിനോമൈസിറ്റേസി ആണെങ്കിൽ അപ്പോൾ ആക്ടിനോമൈസസ് വരും. ദെൻ മൈക്കോബാക്ടീരിയേസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മുടെ TB ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഒക്കെ വരും. ദെൻ കൊറൈൻ ബാക്ടീരിയേസി അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ നൊക്കാഡിയേസി ഉണ്ട്. ദെൻ ആക്ടിനോപ്ലാനേസി എന്ന് പറയുമ്പോൾ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള സോയിൽ ബാക്ടീരിയകൾ വരുന്നതാണ്. ദെൻ ഫ്രാങ്കിയേസിക്കകത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളൊക്കെ അതിനകത്ത് വരുന്നത്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ സൗകര്യത്തിന് ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ഈ ആക്ടിനോമൈസിറ്റസിനെ നമ്മളപ്പോൾ രണ്ടാക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഇമ്പോർട്ടൻ്റ് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. സോ വൺ ഗ്രൂപ്പ് ഈസ് എന്ന് പറയുന്നത് അനൈറോബിക് ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് അനൈറോബിക് ഓർ എന്താ പറയുക ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ആണ് ഇത്. ആൻഡ് നമ്മുടെ ആക്ടിനോമൈസസിനെ നമുക്ക് ഇതിനകത്ത് പെടുത്താം. സോ ആക്ടിനോമൈസസിനെ നമുക്ക് ഇവിടെ പെടുത്താം. ദെൻ ബൈഫിഡോബാക്ടീരിയം ഒക്കെ ഇതിനകത്ത് വരുത്താം. ബൈഫിഡോബാക്ടീരിയം ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള നമ്മുടെ അനിമലിൽ, പ്രത്യേകിച്ച് നമ്മുടെ മൈക്രോബയോം ഓഫ് ഇൻഫൻസിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളാണ് ബൈഫിഡോബാക്ടീരിയം. ഇതൊക്കെ നമുക്ക് അനൈറോബിക് പെടുത്താം. അപ്പോൾ രണ്ടാമത്തത് എന്തായിരിക്കും? രണ്ടാമത്തത് ഡെഫിനറ്റ്ലി എയ്റോബിക് ആയിരിക്കും. എയ്റോബ്സ് ആണ്. സ്ട്രിക്റ്റ് എയ്റോബ്സിൽ വരുന്നതാണ് നൊക്കാർഡിയ. സോ നൊക്കാർഡിയ സ്ട്രിക്റ്റ് എയ്റോബ് ആണ്. ദെൻ സ്ട്രെപ്റ്റോമൈസസ് നമ്മൾ പറഞ്ഞ സ്ട്രെപ്റ്റോമൈസസ്. ദെൻ ഇവ അല്ലാതെ പിന്നെ എയ്റോബിക് വരുന്നത് ആക്ടിനോമെഡൂറ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ദെൻ ഡെർമോഫൈറ്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആക്ടിനോമൈസസ് എന്ന് പറയുന്നത് അനൈറോബിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് ആണെങ്കിൽ നൊക്കാർഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോമൈസസും നൊക്കാർഡിയം ഒക്കെ എയ്റോബിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ വളർച്ച മോർഫോളജി നോക്കി കഴിഞ്ഞാൽ ഇവയെല്ലാം യൂണിസെല്ലുലാർ ആണ്. ബട്ട് ദീസ് ആർ ഫിലമെന്റസ് ആണ്. ഫിലമെന്റസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഏകദേശം ഫിലമെന്റസ് റൂട്ട്സ് ആണ്. ഫിലമെന്റസ് ഗ്രോത്ത് ആണ് കാണിക്കുക. തിൻ ഫിലമെന്റസ് റൂട്ട്സ് ആണ്. വളരുന്ന രീതി നോക്കി കഴിഞ്ഞാൽ എക്സ്റ്റൻസീവ് ബ്രാഞ്ചിങ് ഉള്ള, സോ ഇവിടുന്ന് വേറെ റോഡ് ഇങ്ങനെ വളരാമെന്നായിരിക്കാം, ഇവിടുന്ന് വേറെ റോഡ് ഇങ്ങനെ വളരാമെന്നായിരിക്കും. എക്സ്റ്റൻസീവ് ബ്രാഞ്ചിങ് ഉള്ള ഫംഗൈകൾ വളരുന്നത് പോലെ ഒരു മൈസീലിയൽ ഗ്രോത്ത് ആണ് ഇവ കാണിക്കുന്നത്. സോ ബാസിലറി ആൻഡ് കോക്കോയിഡ്. ഇത് ബാസിലറി ആണ്. കുറച്ച് ഉരുണ്ട് കഴിഞ്ഞാൽ കോക്കോയിഡ് ആവും. സോ രണ്ട് എലമെന്റ്സും കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗൈ പോലെ തോന്നുകൊണ്ടാണ് ഇവയെ ആക്ടിനോമൈസസ് അല്ലെങ്കിൽ ഇവിടെ മൈസെറ്റസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക. മൈസീലിയ മീൻസ് ഫംഗൈ എന്നാണ് പറയാൻ കാരണം. സോ പക്ഷേ ഇത് ഫംഗൈ അല്ല, ബാക്ടീരിയ ആണ്. സോ ദേ റിസംബിൾ ടു ഫംഗൈ ഇൻ മോർഫോളജി, ബട്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ ഈസ് ടിപ്പിക്കൽ ടു ബാക്ടീരിയ ഓർ ടിപ്പിക്കൽ ഓഫ് ബാക്ടീരിയ. പക്ഷേ എക്സ്റ്റൻസീവ് മൈസീലിയൽ ലൈക്ക് നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ട്. സോ ദിസ് ട്രാൻസിഷണൽ ഫോം ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് ബാക്ടീരിയ. ബാക്ടീരിയയുടെയും ഫംഗയുടെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ ഫോമാണ്. പക്ഷേ എങ്കിലും ബാക്ടീരിയയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഫ്രീ ലിവിംഗ് സോയിൽ ഓർ അക്വാറ്റിക് ഫോംസ് ഒക്കെ ഉണ്ട്. സോ ബാക്ടീരിയ ആണെന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞത് തിന്നാണ്, വളരെ ചെറുതാണ്, 1 to 2 മൈക്രോമീറ്റർ ഒക്കെ ഉള്ളൂ ഡയമീറ്റർ. പിന്നെ സെൽ വാൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. സെൽ വാളിനകത്ത് മ്യൂറാമിക് ആസിഡ് ഉണ്ട്. ആൻഡ് ഇവിടെ ന്യൂക്ലിയസ് നോക്കി കഴിഞ്ഞാൽ പ്രോകാരിയോട്ടിക് ന്യൂക്ലിയസ് ആണ് ഇവയ്ക്കുള്ളത്. ആന്റിബയോട്ടിക്സ് വെച്ച് ഇതിന് സസെപ്റ്റബിൾ ആണ്. ദെൻ അപ്പോൾ ഹയർ ബാക്ടീരിയ ആയിട്ട് നമുക്ക് കൂട്ടാം. മൈസീലിയൽ നെറ്റ്വർക്ക് ബ്രാഞ്ചിങ്
സ്പ്രിങ്ങും ഫിലമെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫംഗയെ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആ ഭാഗം. ഇനി ആക്ടോമൈസിസ് ഇവിടെ DNA നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഗ്വാനിൻ ടു സൈറ്റോസിൻ. ഗ്വാനിനും സൈറ്റോസിൻ റിച്ച് ആണ്, GC റിച്ച് ആണ്. ചിലതിന് 70% ഒക്കെ DNAയിൽ GC റിച്ച് ആണ് എന്നുള്ളത്. ഇനി നമ്മൾ പറയുന്ന ഈ ആക്ടോമൈസിസ് ആയാലും നൊക്കാഡിയ ആയാലും സോ രണ്ടും നോൺ സ്പോർ ഫോമിംഗ് ആണ്. നോൺ സ്പോർ ഒന്നും ഫോം ചെയ്യുന്നില്ല. ചില ആക്ടോമൈസിസ് ഉദാഹരണത്തിന് കൊണീഡിയ എന്നൊക്കെ പറയുന്ന കൊണീഡിയൊക്കെ സ്പോർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നൊന്നും സ്പോർ ഉണ്ടാക്കുന്നില്ല. ഇനി ഇവിടെ വെജിറ്റേറ്റീവ് ഫേസിൽ എല്ലാം ഇവ നോൺ മോട്ടൈൽ ആണ്. സോ അടുത്ത ക്യാരക്ടറിസ്റ്റിക് ബോത്ത് ആർ നോൺ മോട്ടൈൽ ആണെന്ന് പറയാം. ക്യാപ്സ്യൂൾ ഉണ്ടോന്ന് വെച്ചാൽ നോൺ ക്യാപ്സുലേറ്റഡ് ആണെന്ന് പറയാം. ജനറലി നമ്മൾ പറയുന്ന ടെസ്റ്റുകളാണ് കാറ്റലൈസ് പോസിറ്റീവും ആണ്. ഇനി ആക്ടിനോമൈസിസ് എന്ന് പറയുന്നത് അനൈറോബിക് ആണെന്ന് പറഞ്ഞു, പക്ഷേ ദീസ് ആർ ഓൾസോ നോൺ ആസിഡ് ഫാസ്റ്റ് കൂടിയാണ്. നോൺ ആസിഡ് ഫാസ്റ്റ് ആണ്. സോ അപ്പിയർ ബ്ലൂ ആഫ്റ്റർ കൗണ്ടർ സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ആയിട്ട് കാണും. പക്ഷേ ഈ നൊക്കാഡിയ എന്ന് പറയുന്ന സംഭവം നൊക്കാഡിയ എയറോബിക് ആണ്, പക്ഷേ ദീസ് ആർ ആസിഡ് ഫാസ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത്. വീക്ക്ലി ഓർ പാർഷ്യലി ആസിഡ് ഫാസ്റ്റ് ആണ് നൊക്കാർഡിയ. സോ റിറ്റൈൻ കാർബോൾ ഫ്യൂഷൻ ഡൈ വെൻ ഡികളറൈസ് വിത്ത് വീക്ക് ആസിഡ് വേണം എന്നുള്ളതാണ്. സി നീൽസൺസ് അതെല്ലാം നമ്മൾ സ്റ്റെയിനല്ല ഉപയോഗിക്കുക. മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആസിഡ് ഉപയോഗിക്കുന്നത് 0.5 to 1% H2SO4 ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം കിന്യോൻ കാർബോൺ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബ്രൗൺ ആൻഡ് ബെൻ മോഡിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ആക്ടിനോമൈസിസ്, നമ്മൾ ആക്ടിനോമൈസിസിനെ പറ്റിയാണ്. ആക്ടിനോമൈസിസ് സോയിലിനകത്ത് കാണാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ കാണാം, അല്ലെങ്കിൽ അക്വാട്ടിക് വെള്ളത്തിലും ഒക്കെ കാണാം. പ്ലസ് മാത്രമല്ല ഇത് മനുഷ്യനിലും മറ്റും ഓറൽ ട്രാക്കിലുണ്ട്, ജിയ ട്രാക്കിലുണ്ട്, ദെൻ ഇൻ വെജൈന ഇവിടെയൊക്കെ കാണാം. സോ ദീസ് ആർ എൻഡോജീനസ്ലി പ്രസന്റ് ഇൻ അവർ ബോഡി സംടൈംസ്. സോ ഇവ ഉണ്ടാക്കുന്നത് എൻഡോജീനസ് ഇൻഫെക്ഷൻസ് ആണ് ഇവ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നൊക്കാർഡിയോ, ഇൻ കേസ് ഓഫ് നൊക്കാഡിയ ഫൗണ്ട് ഓൺലി ഇൻ സോയിലിൽ മാത്രമേ ഉള്ളൂ, ശരീരത്തിൽ എവിടെയും ഇത് കമൻസൽ അല്ല. സോ അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇൻഹലേഷൻസ് വഴിയോ അല്ലെങ്കിൽ വൂണ്ട് കണ്ടാമിനേഷൻ വഴി ശരീരത്തിലെത്തുന്നതാണ്. സോ നൊക്കാഡിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ആർ എക്സോജീനസ് ഇൻഫെക്ഷൻ, പുറത്തുനിന്ന് വന്ന എക്സോജീനസ് ഇൻഫെക്ഷൻ ആണ് നൊക്കാഡിയ ഉണ്ടാക്കുന്നത്. എന്തായാലും രണ്ടും ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരൂ എന്ന് ചോദിച്ചാൽ പകരില്ല. സോ ഇറ്റ് ഈസ് നോൺ കമ്മ്യൂണിക്കബിൾ ഇൻഫെക്ഷൻസ് ആണ്. ഇനി ആക്ടിനോമൈസിസിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പറയുന്നത് മനുഷ്യനിൽ രോഗമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്ടിനോമൈസസ് ഇസ്രായേലിയാണ് മനുഷ്യൻ രോഗം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ഒരാള് ആക്ടിനോമൈസസ് ഓഡന്റോ ലിറ്റിക്കസ് എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ട്. പിന്നെ ഒരു ഫേമസ് ഓർഗാനിസം ഇതല്ല, ഫേമസ് ഓർഗാനിസം ബോവിസ് ആണ്. ആക്ടോമൈസിസ് ബോവിസ് പക്ഷെ കൗവിലും കന്നുകാലിലും ഷീപ്പിലും ഒക്കെ ഉണ്ടാക്കുന്ന ലംബി ജോ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നതാണ്. സോ ഇത് മൂന്നാണ് ഫേമസ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞാൽ മതി. നൊക്കാഡിയ ആണെങ്കിലോ നൊക്കാഡിയൽ ഉണ്ടാക്കുന്ന രോഗം എന്ന് പറയുന്നത് നൊക്കാർഡിയോസിസ് ആണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന രോഗം ആക്ടിനോമൈക്കോസിസ് ആണ് എന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ആക്ടിനോമൈക്കോസിസ് ഇത് നൊക്കാഡിയോസ് ഉണ്ടാക്കുന്നു. ഏതൊക്കെയാണ് പ്രധാനം? നൊക്കാഡിയ ആസ്ട്രോയിഡ്സ് ഉണ്ട്, ദെൻ നൊക്കാഡിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്നതുണ്ട്. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. ഇനി ഇവയെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ടിനോമൈസെറ്റസ് എന്ന് പറയുന്ന എല്ലാം ഇതെല്ലാം മൊത്തത്തിലൊരു സ്ലോ ഗ്രോവേഴ്സ് ആണ്. വളരെ പതിയെ വളരുന്ന ആൾക്കാരാണ്. ഗ്രോത്തും റീപ്രൊഡക്ഷൻ ആർ സ്ലോവർ ദാൻ അതർ ബാക്ടീരിയ. ഇനി ഇപ്പോൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് മാർക്കർ ഏതാണ് എന്ന് തിരിച്ചറിയാം. എക്സുഡേറ്റ്സിനകത്ത് ഇതിനകത്താണെങ്കിൽ സ്പെഷ്യൽ സൾഫർ ഗ്രാനുൾസ് നമുക്ക് കാണാം. പസ്സിനകത്തൊക്കെ നമുക്ക് സൾഫർ ഗ്രാനുൾസ് കാണാമെന്നുള്ളതാണ്. ആൻഡ് ഈ സൾഫർ ഗ്രാനുൾസ് പറഞ്ഞ ഒരു ഹാർഡ് യെല്ലോ കളർ സബ്സ്റ്റൻസ് ആണ്. ബാക്ടീരിയൽ കോളനി തന്നെയാണ്. ലോങ് ബ്രാഞ്ചിങ് മൈസീലിയ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് മൈസീലിയനകത്ത് കാണാം. മൈസീലിയൽ ഫ്രാഗ്മെന്റ്സ് ചേർന്നാണ് ഈ സൾഫർ ഗ്രാനുൾസ്. സൾഫർ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നോ സൾഫർ, പക്ഷേ കാൽഷ്യം ഫോസ്ഫേറ്റ് അതിനകത്ത് കാണാമെന്നുള്ളതാണ്. ആൻഡ് നടുവിൽ ഇങ്ങനെയുള്ള ഈ സംഭവമായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതിന് ചുറ്റും റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്, ഇങ്ങനെ ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് ക്ലബ്സ് ആർ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് നമുക്ക് കാണാം. സോ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൺ റേ പോലെ കാണാം, അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് സൺ റേ പോലെ കാണാം. അതുകൊണ്ടാണ് ആക്ടിനോ എന്ന് പറയുന്ന ആ പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സൺ റേ പോലെ ഇരിക്കുന്നത്. പക്ഷെ നൊക്കാഡിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബീഡ് ഫിലമെന്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് നൊക്കാഡിയ കാണാം. സോ ഇതിനൊപ്പം ഒരു സൾഫർ ഗ്രാനുൾസ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഇവ വളർത്തിയെടുക്കാൻ കൾച്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ ആക്ടോമൈസിസ് ഒക്കെ ആണെങ്കിൽ പേഷ്യന്റെ പസ് ഓർ ഡിസ്ചാർജസ് എടുക്കും. ആ ഡിസ്ചാർജസ് വാഷ് ചെയ്തിട്ട് അതിന്റെ സെഡിമെന്റ് ചെയ്തിട്ടുള്ള സൾഫർ ഗ്രാനുൾസ് ആയിരിക്കും നമ്മൾ എടുക്കുക. സൾഫർ ഗ്രാനുൾസ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ആക്ടോമൈസിസിന്റെ കേസിൽ. സോ ആക്ടോമൈസിസ് നമുക്ക് മൊത്തം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പല മീഡിയസ് ഉപയോഗിക്കാം. ആക്ടോമൈസിസ് നമ്മൾ പറഞ്ഞു അനൈറോബിക് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്ക് തയോഗ്ലൈക്കോളേറ്റ് ലിക്വിഡ് മീഡിയ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ബ്രെയിൻ ഹേർട്ട് അഗർ മീഡിയ നമുക്ക് ഉപയോഗിക്കാം, ഇൻഫ്യൂഷൻ മീഡിയ നമുക്ക് ഉപയോഗിക്കാം. സോ വളർത്തിയെടുക്കുമ്പോൾ അനൈറോബിക് ആയിട്ട് വളർത്തിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് ആക്ടിനോമൈസസ് ഇസ്രായേലി ആണെങ്കിൽ ഒരു സ്മോൾ ആയിട്ടുള്ള സ്പൈഡർ കോളനീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. BHA അഗറിൽ ഞാൻ പറഞ്ഞ BHA അഗറിൽ നമുക്ക് കിട്ടുന്നത് സോളിഡ് മീഡിയയിൽ ഇതായിരിക്കും കിട്ടുക. പക്ഷേ ലിക്വിഡ് മീഡിയയിലാണെങ്കിൽ ഒരു ഫ്ലഫി ബോൾ ലൈക്ക് അപ്പിയറൻസ് ആയിട്ടായിരിക്കും കിട്ടുക. സോ ഇസ്രായേലി ആണെങ്കിലാണ്. ഇപ്പോൾ ആക്ടിനോമൈസസ് ബോവിസ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ലിക്വിഡ് മീഡിയയിലെ കാര്യമാണ്. ഇതൊരു ജനറൽ ടർബിഡിറ്റി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നൊക്കാഡിയ എയറോബാണ്. ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. ദാറ്റ് മീൻസ് 1 to 2 weeks എങ്കിലും പിടിക്കും ഇതൊന്ന് വളർന്നു വരാൻ എന്നുള്ളത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് SDA അഗർ ആണ്. SDA അഗർ എന്ന് പറയുമ്പോൾ സോബറാഡ്സ് ഡെക്സ്ട്രോസ് അഗർ വിത്ത് ക്ലോറാംഫെനിക്കോൾ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ചേർന്നായിരിക്കാം, അല്ലെങ്കിൽ ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ അഗർ മീഡിയ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബഫോഡീസ്റ്റ് എക്സ്ട്രാക്ട് വിത്ത് പോളിമിക്സിൻ ഓർ വാങ്കോമൈസിൻ നമുക്ക് ഉപയോഗിക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള മീഡിയസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്രാനുലാർ ആയിട്ടുള്ള റിങ്കിൾഡ് ആയിട്ടുള്ള പിഗ്മെന്റ് യെല്ലോ കളർ, പിഗ്മെന്റഡ് യെല്ലോ ടു ഒരു റെഡ് കളർ വരെ കിട്ടുന്ന ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള കോളനീസ്. സോ സ്റ്റാർ ഷേപ്പ് കോളനീസ് ആയിട്ടായിരിക്കും നമ്മൾ കാണും. ഇനി ഇത് മൊത്തം ആക്ടിനോമൈസസ് ഗ്രൂപ്പും ഇതിന്റെയൊക്കെ ഐസൊലേഷന് സാധാരണ ഉപയോഗിക്കുന്നത് വേറെ ഇപ്പോൾ മെഡിക്കലി അല്ലാത്തൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ഐസൊലേഷൻ ഉപയോഗിക്കുന്നത് കേസിനാണ്. കേസിൻ സ്റ്റാർച്ച് അഗർ മീഡിയ CSA എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ 2 ആന്റിബയോട്ടിക് ചേർക്കും. ഒന്ന് ഫംഗസിനെ കൊല്ലാൻ ഗ്രിസിയോഫൾവിൻ, ദെൻ ബാക്ടീരിയ കൊല്ലാനായിട്ട് ആംബിസിലും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഒരു മീഡിയ. ഇനി ഡയഗ്നോസിന് മൈക്രോസ്കോപ്പി അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയാണ്. യൂസിങ് മോണോക്ലോണൽ ആന്റിബോഡീസ് നമ്മൾ ഉപയോഗിക്കുന്നു, മാപ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ടെക്നിക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉപയോഗിക്കാം. ദെൻ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസിന് ഹിസ്റ്റോപാത്തോസ്ലൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് HLE സ്റ്റെയിൻ ആണ്. HLE സ്റ്റെയിൻ നമ്മൾ ഉപയോഗിക്കാം. ദെൻ ഗൊമാരീസ് മെത്തനമിൻ സിൽവർ നമ്മൾ ഉപയോഗിക്കാം. ഗൊമാരീസ് മെത്തനമിൻ നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക സ്റ്റെയിൻ ചെയ്യാനായിട്ട്. ഇനി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മോളിക്കുലാർ മെത്തേഡ്സ് ഏതൊക്കെയാണ്? PCR നമുക്ക് ഉപയോഗിക്കാം, ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫൈനൽ ഡയഗ്നോസിലേക്ക് പോകാം. ഇനി ഫൈനലി ഇവ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് ഡിസീസസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിനോമൈസസ് മൂലം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു ആക്ടിനോമൈക്കോസിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എല്ലാം ആക്ടിനോമൈക്കോസുകളാണ്. ആൻഡ് ഇവ എൻഡോജീനസ് ആണെന്ന് പറഞ്ഞു, കാരണം നമ്മുടെ ശരീരത്തിൽ ഇവ ഓൾറെഡി ഉണ്ട്. സോ എൻഡോജീനസ് ഇൻഫെക്ഷൻ ആണ്. ഇവ മൂലമുണ്ടാകുന്ന എല്ലാം തന്നെ ക്രോണിക് ആണ്. ക്രോണിക് ഗ്രാനുലോമാറ്റസ് ആണ്. ഗ്രാനുലോമാറ്റസ് ലീഷൻസ് ആണ് ഇവ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഹാർഡ് അല്ലെങ്കിൽ ഇൻഡുറേറ്റഡ് എന്ന് വിളിക്കാം. ഇൻഡുറേറ്റഡ് സ്വെല്ലിംഗ് ഉണ്ടാവും. സ്കിന്നിന്റെ പുറത്തേക്കൊക്കെ സ്വെല്ലിങ്സ് കാണാം. എവിടെയാണ്? കണക്റ്റീവ് ടിഷ്യൂലാണ്. ആൻഡ് വിത്ത് മൾട്ടിപ്പിൾ സൈനസസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെയൊക്കെ വീർത്തിരിപ്പുണ്ടാവും. സോ അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ സൈനസസ് എന്ന് പറയാം. സോ ഇതിൽ നിന്ന് പയോ അല്ലെങ്കിൽ സുപ്പുറേറ്റീവ് ഡിസ്ചാർജസ് ഇങ്ങനെ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ആൻഡ് ആക്ടിനോമൈക്കോസ് ആണ്ട് അതിനകത്ത് സൾഫർ ഗ്രാന്യൂൾസ് ഉണ്ടാകും എന്നുള്ളതാണ്. ദെൻ ഈ ഭാഗം പിന്നെ ഫൈബ്രോസിസ് വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു. സൈനസസും ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ ഇൻഫെക്ഷൻസ് ഒന്നും ഒറ്റയ്ക്ക് ഈ ആക്ടിനോമൈക്കോസിസ് എന്ന് പറയുന്ന ആ ഒരു ഏതെങ്കിലും ഒരു ബാക്ടീരിയ മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. സോ മിക്സഡ് ആയിരിക്കും. മിക്സഡ് ഇൻഫെക്ഷൻസ് വിത്ത് അതർ ബാക്ടീരിയ അല്ലെങ്കിൽ കമ്പാനിയൻ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് റൂറൽ ഏരിയാസിലാണ്. ഇപ്പോൾ ഫാർമേഴ്സിൽ, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ, അതിൽ തന്നെ യങ് മെയിലാണ് ഇത് കൂടുതലായിട്ട് കാണാം. ആൻഡ് ഈ ആക്ടിനോമൈക്കോസിസ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് വിവിധ തരത്തിലായിരിക്കും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിനോമൈക്കോസിസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോം എന്ന് പറയുന്നത് സെർവിക്കോ ഫേഷ്യൽ ആക്ടിനോമൈക്കോസ് ആണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ. 60% പേരിലും ഇതാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഉണ്ടാകുന്നത് ചീക്സിലായിരിക്കും, മുഖത്തെ ചീക്കിലായിരിക്കും. ഇതിന്റെ വേറെ പേരുകൾ വുഡി ജോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലംബി ജോ, മൃഗങ്ങളിലേക്കുള്ള ലംബി ജോ. ആൻഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ജോയിലാണ് മോസ്റ്റ് കോമൺ സൈറ്റ്. ആൻഡ് സബ് മാക്സിലറി ഓർ മാൻഡിബിൾ ഭാഗത്തുണ്ടാകും. ആൻഡ് അപ്പോൾ അവിടെ ജോ സ്വെല്ലിംഗ് ഉണ്ടാകും. ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഡിസ്ചാർജസ് ഒക്കെ പുറത്തേക്ക് പോരും. സോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ. സോ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള റേഡിയേഷൻ തെറാപ്പി എടുത്ത ആൾക്കാരിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓസ്റ്റിയോപൊറോസ് ഒക്കെ ഉള്ള ആൾക്കാർ കഴിക്കുന്ന ബിസ്ഫോസ്ഫോണൈറ്റ്സ് പറയുന്ന അലൻഡ്രോണൈറ്റ് പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിലൊക്കെ ഈ മാക്സിലറി മാൻഡിബുലാർ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. പിന്നെ റീസെന്റ് ആയിട്ട് പല്ല് പറിച്ചവർ, ടൂത്ത് ഡീക്കെ ഉള്ളവരൊക്കെ കൂടുതൽ റിസ്കിലാണ്. സോ സെർവിക്കോ ഫേഷ്യൽ ആണ് ഒരെണ്ണം. രണ്ടാമത്തത് ഇതിന്റെ തൊറാസിക് ഫോം ആണ്. തൊറാസിക് ആക്ടിനോമൈക്കോസിസ് ആണ് രണ്ടാമത്തത്. ആൻഡ് ഇത് ഇൻഡോളന്റ് ആൻഡ് പ്രോഗ്രസീവ് ആണ്. അപ്പോൾ അതൊക്കെ അങ്ങ് തുടങ്ങി അങ്ങ് മുന്നോട്ട് പോകുന്നതാണ്. ആൻഡ് ഇൻവോൾവ് എവിടെയായിരിക്കും ഉണ്ടാകുക? പ്ലൂറയിൽ ഉണ്ടാകാം.
പാരൻകൈമ ഓഫ് ലങ്ങിൽ ഉണ്ടാകാം, മറ്റേ പെരിക്കാർഡിയ അവിടെയൊക്കെ ബാധിക്കാം. ആൻഡ് ഡിസ്ചാർജസ് ത്രൂ പുറത്തേക്ക് വരുന്നത് ചെസ്റ്റ് വാളിലൂടെയാണ് പുറത്തു വരിക. സോ അവർക്കപ്പോൾ ചെസ്റ്റ് പെയിൻ കാണും, ദെൻ ലോസ് ഓഫ് പിറ്റൈറ്റ് വിശപ്പൊക്കെ പോകും, അപ്പോൾ വെയിറ്റ് കുറയും, ചുമ ഉണ്ടാകും, മിക്കവാറും കഫം ഉണ്ടാവാതെ ഇരിക്കാം, കഫ് ഉണ്ടായിരിക്കും. സോ ഇത് ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഒരു ന്യൂമോണിയ പോലെ ഇരിക്കും, ഇറ്റ് മിമിക്സ് ന്യൂമോണിയ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ thoracic actinomycosis. മൂന്നാമത്തത് അബ്ഡോമിനൽ ആണ്. അബ്ഡോമിനൽ ആക്നോമൈക്കോസിസ് ആണ് മൂന്നാമത്തത്. അബ്ഡോമിനലിൽ മറ്റു പ്രശ്നങ്ങളുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പൻഡിസൈറ്റിസ്, ഡൈവർട്ടിക്കുലൈറ്റിസ്, ഗോൾ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഓർ അതർ അബ്ഡോമിനൽ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ഇത് ധാരാളം കൂടുതൽ വരാം ആൻഡ് സ്പ്രെഡ് ടു ലൂമനിലേക്കൊക്കെ പകരാം. ഇപ്പോൾ ഒരു മാസ് അബ്സസ് ഉണ്ടാകും, ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ക്യാൻസർ ആയിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്, ഒരു ഭാഗത്തൊട്ടി പിടിച്ച് വലുതായിട്ട് വളരുന്ന ക്യാൻസർ പോലെ ഉണ്ടാകാം. ആൻഡ് നാലാമത്തത് പെൽവിക് ടൈപ്പ് ആണ്. പെൽവിക് ടൈപ്പ് ഓഫ് ആക്നോമൈക്കോസിസ് അത് അധികമുള്ളത് IUCD ഇൻട്രൗട്രാൻ ഡിവൈസസ് അവർ ഉപയോഗിക്കുന്ന ആൾക്കാരിലാണ്, ഒരു വർഷത്തിലേറെ ഉപയോഗിക്കുന്ന ആൾക്കാരിലാണ് കൂടുതൽ റിസ്ക് കൂടുതലുള്ളത്. ആൻഡ് ഇതിന്റെ ലേറ്റ് സ്റ്റേജിൽ അപ്പോൾ ഫ്രോസൺ പെൽവിസ് ഒക്കെ ഉണ്ടാകും, ഗൈനക്കോളജിയിലൊക്കെ പഠിക്കും. ആൻഡ് പിന്നെ ഉള്ളത് അഞ്ചാമത്തത് പെരിഡോണ്ടൽ ഡിസീസസ് ഉണ്ടാകാം. സോ ട്രോമ വന്നവരും, ഫേസ് ട്രോമ, അല്ലെങ്കിൽ മുഖത്തെ ജോയിൽ ഫ്രാക്ചേഴ്സ് ഉള്ളവർ, മാക്സിലോ ഫേഷ്യൽ സർജറീസ് കഴിഞ്ഞവർ, പുവർ ഓറൽ ഹൈജീൻ, സോ ഓറൽ വായിലുള്ള പ്രശ്നമാണ് ആക്നോമൈക്കോസിസ് കൂടുതൽ ഉണ്ടാക്കുക. ഇപ്പോൾ പ്ലേഗ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, ഡെന്റൽ കാരീസ് ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആൻഡ് പ്ലേഗ്സും ഡെന്റൽ കാരീസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ടിനോമൈസിസ് ഒഡന്റോലിറ്റിക് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഒഡന്റോലിറ്റിക് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, പെരിഡോണ്ടൽ ഡിസീസ് ഉണ്ടാക്കാം. സോ ഇതൊക്കെ ഉണ്ടാക്കുന്ന മറ്റു ഓർഗാൻ ആക്നോമൈസിസ് ന്യൂസിലാൻഡി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഉണ്ട്. സോ ഇതൊക്കെ ഉണ്ടാക്കും. ദെൻ സുപ്രാജിൻജൈവൽ ആക്നോമൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ വായിൽ ഇത് അസുഖങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ആക്നോമൈക്കോട്ടിക് മയോസെറ്റോമ എന്ന് പറയുന്നത് കാലിന്റെ ഫൂട്ടിന്റെ ഡോർസം ഓഫ് ദ ഫൂട്ടിൽ മൾട്ടിപ്പിൾ സൈനസ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയൊരു അസുഖമാണ്. ഫംഗൽ ഡിസീസ് ആയിട്ട് നമ്മൾ കൂട്ടാറുണ്ട്. ആക്നോമൈക്കോസിസ് മഡൂറയൊക്കെ ഉണ്ടാക്കുന്നത് CNS ബാധിക്കാം. ദെൻ സോഫ്റ്റ് ടിഷ്യൂസ്, ബോൺ, അതിനൊക്കെ ബാധിക്കാം ഈ ആക്ടിനോമൈക്കോസിസ്. അപ്പോൾ നൊക്കാർഡിയ മൂലം ഉണ്ടാകുന്നത് നൊക്കാർഡിയോസിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളാണ്. സോയിലിൽ നിന്ന് ക്യൂട്ടേനിയസ് സ്കിന്നിലെത്താം, അല്ലെങ്കിൽ പൾമണറി നേസൽ വഴി ഇൻഹലേഷണൽ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിൽക്കും. സോ അപ്പോൾ പല ഫോംസ് ഉണ്ടാകും. ഇപ്പോൾ ക്യൂട്ടേനിയസ് ഫോംസ് ഉണ്ടാകും. ക്യൂട്ടേനിയസ് ഫോംസ് എന്ന് പറയുമ്പോൾ അവിടെ ആബ്സസസ് ഉണ്ടാകും, സെല്ലുലൈറ്റിസ് ഉണ്ടാകും, ലിംഫോക്യൂട്ടേനിയസ് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് പ്രശ്നങ്ങളായിരിക്കും ഒക്കെ ഉണ്ടാകുക. ദെൻ ട്രാൻസ്ക്യൂട്ടേനിയസ് വഴി ഉണ്ടാകുന്ന മൈസെറ്റോമയും ഉണ്ടാകും. മൈസെറ്റോമ നമ്മൾ നേരത്തെ അപ്പുറത്ത് പറഞ്ഞതാണ്, അതും ഒക്കെ ഉണ്ടാകാം. ആൻഡ് പിന്നെ ഉള്ളത് സിസ്റ്റമിക് ആണ്. സിസ്റ്റമിക്കിൽ ഏറ്റവും പ്രധാനം ഇതുണ്ടാകുന്നത് ആസ്റ്റെറോയിഡ്സ്, നൊക്കാർഡിയ ആസ്റ്റെറോയിഡ്സ് ഉണ്ടാക്കുന്നതാണ്. അതിലേറ്റവും കോമൺ ഈസ് ന്യൂമോണിയ ആണ്. ലംബ് ആബ്സസ് ഉണ്ട്. ദെൻ ഇറ്റ് മിമിക്സ് TB, ഏകദേശം TB പോലെയൊക്കെ തോന്നുന്നതാണ്. പ്രത്യേകിച്ച് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള രോഗികളിലാണ് ഏറ്റവും കൂടുതൽ ഈ നൊക്കാർഡിയോസിസ് അതുവഴിയുള്ള ഈ ന്യൂമോണിയ വളരെ ഗുരുതരമായിട്ടുണ്ടാവുക. ആൻഡ് മൂന്നാമത്തത് മെറ്റാസ്റ്റാറ്റിക് ആണ്, പടരുന്നത്, അല്ലെങ്കിൽ ഡിസെമിനേറ്റഡ് എന്നും വിളിക്കാം. മറ്റു ഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ബ്രെയിൻ അല്ലെങ്കിൽ കിഡ്നി ഓർ അതർ ഭാഗത്തേക്ക് എത്തുന്നതിനാണ് നമ്മൾ ഡിസെമിനേറ്റഡ് ഓർ മെറ്റാസ്റ്റാറ്റിക് എന്ന് പറയുക. CNS സിംറ്റംസ്, ഉദാഹരണത്തിന് സീഷേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഇനിയുള്ളത് ആക്ടിനോമൈസെറ്റോമ എന്ന് പറയുന്ന അസുഖമാണ്. അത് നമ്മൾ പറഞ്ഞു, അത് നൊക്കാർഡിയ മൂലം ഉണ്ടാക്കാം. ആക്ടിനോ മഡൂറ എന്ന് പറയുന്ന ഓർഗാനിസം, ദെൻ സ്ട്രെപ്റ്റോമൈസസ് സൊമാലിയൻസിസ്, ഇങ്ങനെയൊക്കെയുള്ള പല ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ദിസ് ആക്ടിനോമൈസെറ്റോമ. അത് നമുക്ക് പ്രത്യേകം വേറെ പറയാം. അപ്പോൾ നമുക്ക് ഫൈനലി ഇതിന്റെ ട്രീറ്റ്മെന്റ് കൂടി പറഞ്ഞേക്കാം. ആക്ടിനോമൈസസ് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇസ് പെനിസിലിനാണ്. പെനിസിലിൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്. എനൈറോബിക് ആണ്. എനൈറോബിക് ആകുമ്പോൾ നമുക്ക് മെട്രോനെഡസോൾ കൊടുക്കാനായിട്ട് തോന്നും, പക്ഷേ മെട്രോനെഡസോൾ ഈസ് ഇൻഎഫക്റ്റീവ്, പറ്റില്ല എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് എനൈറോബിക് ആണ്, ക്ലിൻഡാമൈസിൻ നമുക്ക് കൊടുക്കാം. ദെൻ സം മാക്രോലൈഡ് എറിത്രോമൈസിൻ അല്ലെങ്കിൽ അസിത്രോമൈസിൻ പോലെയുള്ള കൊടുക്കാം. കാർബപെനാംസും നമുക്ക് കൊടുക്കാം. നൊക്കാർഡിയക്കോ, ഇൻ കേസ് ഓഫ് നൊക്കാർഡിയ ആണെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് കോട്രൈമോക്സസോൾ ആണെന്ന് വെച്ചാൽ സൾഫാമെത്തസോക്സസോൾ പ്ലസ് ട്രൈമെത്തോപ്രിൻ കോമ്പിനേഷൻ ആണ്. ദെൻ കാർബാപെനാംസ് പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. മാറിയില്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ സർജിക്കൽ ഡ്രെയിനേജ്, ആ ഭാഗം വെട്ടിമാറ്റി മുറിച്ചൊക്കെ മാറ്റേണ്ടി വരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആക്ടിനോമൈസെറ്റസ്. നമ്മൾ പറഞ്ഞത് ആക്ടിനോമൈസസിനെ കുറിച്ചും നൊക്കാർഡിയെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രെപ്റ്റോമൈസസ് അത് പല ആന്റിബയോട്ടിക് കിട്ടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ഹിയറിംഗ്.